നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. സിദ്ധി അഥവാ നേട്ടമുണ്ടാകുന്നത് 5 വിധത്തിലാണ്. ജന്മം കൊണ്ടുണ്ടാകുന്ന സിദ്ധി, ഔഷധങ്ങളെ കൊണ്ടുണ്ടാകുന്ന സിദ്ധി, മന്ത്രത്തിലൂടെ ലഭിക്കുന്ന സിദ്ധി, തപസ്സിലൂടെ ലഭിക്കുന്ന സിദ്ധി, സമാധിയിലൂടെ ലഭിക്കുന്ന സിദ്ധി. വിവിധ മാർഗങ്ങളിലൂടെ ലഭിക്കുന്ന സിദ്ധികളെല്ലാം പരമാനന്ദത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനുള്ള വഴികളാണ്. ഏത് സിദ്ധികൾക്കാണോ കുറവ് വരുന്നത് അത് മറ്റു മാർഗങ്ങളിലൂടെ പരിഹരിക്കണം. ഇന്ന് കൊട്ടിയൂർ ഇളനീർ വെയ്പ്പ് എന്ന ചടങ്ങാണ്. കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ ഒരു പ്രധാന ചടങ്ങാണിത്. കാര്യസ്ഥൻ അക്കരെ കൊട്ടിയൂരിൽ തട്ടും പോളയും വെച്ച് ചടങ്ങ് ആരംഭിക്കുന്നു. അതോടെ ഭക്തർ ഇളനീർ സമർപ്പിച്ചു തുടങ്ങുന്നു. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. ഷടാനനം കുങ്കുമരക്തവർണം താരകശൂര പത്മാസുരനിൽ നിന്നും ദേവലോകത്തിനെയും സർവദേവന്മാരെയും രക്ഷിക്കാനായി അവതരിച്ച ശ്രീമുരുകൻ. രുദ്രസ്യ സൂനം സുരസൈന്യനാഥം ഗുഹം സദാ ശരണമഹം പ്രപദ്യേ. സർവപ്രപഞ്ച ശക്തികളെയും തന്റെ ആജ്ഞകൾക്ക് വിധേയമാകും വിധം അപാര ശക്തി വൈഭവങ്ങളോടെയാണല്ലോ ഭഗവാൻ അവതാരമെടുക്കുന്നത്. ഭൂലോകനാഥനായ പരമശിവനിലും പ്രകൃതിദേവിയായ ശ്രീപാർവതിയുടെയും മകനായി ജന്മമെടുക്കുന്ന ഭഗവാന്റെ അത്ഭുത ലീലകൾ കണ്ട് ദേവദേവന്മാരും ത്രിലോകങ്ങളും സർവചരാചരങ്ങളും അതിശയിച്ചു നിന്നുവെന്നാണല്ലോ സ്കന്ദപുരാണം പറയുന്നത്. ബ്രഹ്മദേവനിൽ നിന്നും വരം ലഭിച്ച താരകാസുരൻ ത്രിലോകങ്ങളെയും തന്റെ അധീനതയിലാക്കുവാൻ ആർത്തട്ടഹസിച്ചു നടക്കുമ്പോൾ താരകാസുര വധത്തിനായി ജന്മം കൊണ്ട വേലായുധൻ തന്റെ ശക്തി വൈഭവങ്ങൾ കൊണ്ട് പഞ്ചഭൂതങ്ങളെ കൈകളിലെടുത്ത് അമ്മാനമാടി ബാല്യം ആഘോഷിക്കുകയായിരുന്നു. ശത്രുഹര എൻ ദുരിതങ്ങളകറ്റുന്ന സ്കന്ദ മുരുക മനസ്സിലെ മയിൽവാഹ. സപ്തസമുദ്രങ്ങളെയും ഭഗവാൻ തന്റെ കൈകളിലൊതുക്കി ഒന്നാക്കി. ആകാശത്തിനെയും നക്ഷത്രങ്ങളെയും എന്നുവേണ്ട സർവപ്രപഞ്ചത്തിനെയും തന്റെ കരവലയത്തിലൊതുക്കി ഭഗവാൻ തന്റെ അവതാരശക്തി വൈഭവങ്ങൾ കാട്ടി സർവദേവന്മാരെയും വിസ്മയിപ്പിച്ചു. മുരുക മനസ്സിലെ മയിൽവാഹനത്തിൽ ഒഴുകുന്ന ഗംഗയെപ്പോലും സുബ്രഹ്മണ്യൻ തന്റെ ശക്തിയാൽ സ്തംഭിപ്പിച്ചു. ത്രിലോകത്തെയും പ്രകാശിപ്പിക്കും വിധം തേജസ്സും അപാര ശക്തിവിശേഷവുമുള്ള മുരുകന്റെ ജന്മം പാർവതീദേവിയുടെ ഉദരത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയാത്തതുകൊണ്ട് മഹാദേവ ചൈതന്യം പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു ചേർന്ന് ഗംഗയിലൂടെ ഒഴുകി ശരവണ പൊയ്കയിൽ എത്തിച്ചേരുകയായിരുന്നു. മാഘമാസ സിതപക്ഷത്തിൽ ശരവണ പൊയ്കയിൽ താമര ഇതളുകൾക്കുള്ളിൽ അറുമുഖനായി ഭഗവാൻ അവതാരം കൊണ്ടു. ഭഗവാന്റെ ദിവ്യ തേജസ്സാൽ ത്രിലോകം മുഴുവനും ആനന്ദപ്രകാശം പരന്നു. കണ്ട നേത്രങ്ങളിൽ തന്റെ പ്രധാന അവതാര ലക്ഷ്യത്തിനായി ദേവസേനാധിപത്യം ഏറ്റെടുത്ത ഷൺമുഖൻ ഘോരയുദ്ധത്തിൽ താരകാസുര പത്മാദി അസുരന്മാരെ വധിച്ച് വിജയശ്രീലാളിതനായി വരുമ്പോൾ വേലായുധ ഭഗവാനെ ശ്രീഹരി ഗീതികളാൽ സ്തുതിച്ചു. സർവദേവന്മാരും വേൽമുരുകനെ വാഴ്ത്തിപ്പാടി. ശ്രീഹരി ദേവവൃന്ദങ്ങളുമായി
സുബ്രഹ്മണ്യനെ സ്തുതിച്ച സ്ഥലം ഹരിഗീതപുരം എന്ന് വിളിക്കപ്പെട്ടു. യുഗങ്ങൾക്ക് മുൻപ് ഹരിയുടെ പാദം പതിഞ്ഞു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം ഹരിനാഥപുരമെന്നും പിന്നീട് അത് ഹരിപ്പാടായി മാറി എന്നുമാണ് വിശ്വാസപ്രമാണം. നിറഞ്ഞാടും ധീരതയും അനന്യമെന്നറിയുന്നു നിൻ സേവകൻ. അടിയന് നീയല്ലാതെ ഭയമാ. ശ്രീഹരി വിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ 6ാമത്തെ തിരു അവതാരമായ ഭാർഗവരാമനാൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നതും ശൂർപാരകം എന്ന പുരാണങ്ങളിൽ പറയപ്പെടുന്നതുമായ മലയാളക്കരയിലെ 64 ഗ്രാമങ്ങളിൽ കലാ-സാംസ്കാരിക മേഖലയുടെ പുഷ്ടിയാലും ചരിത്രപരവും പൗരാണികവുമായ കഥകൾ ഉറങ്ങിക്കിടക്കുന്ന ഭൂവിഭാഗമാകയാലും ഗണനീയ പ്രാധാന്യം ഉൾക്കൊള്ളുന്ന ഹരിപ്പാട് ശിവപാർവതീസുതനായ സുബ്രഹ്മണ്യസ്വാമി കുടികൊള്ളുന്ന ക്ഷേത്ര നഗരമെന്നും തെക്കൻ പളനിയെന്നും അറിയപ്പെടുന്നു. മനസ്സിലെ മയിൽവാഹനത്തിൽ മരുവുമെൻ വേലായുധ ഹരിഗീതപുരവ. 7 മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ ഹരിഹരന്മാരുടെ ചൈതന്യം ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട മഹാക്ഷേത്രമാണ് ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം. സ്കന്ദ മുരുക മനസ്സിലെ മയിൽവാഹനത്തിൽ മരുവുമെൻ വേലായുധ. സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് ഏകചക്ര എന്നറിയപ്പെട്ടിരുന്ന ഈ പവിത്ര സ്ഥലത്ത് ഉണ്ടായിരുന്നത് കീഴ്ത്രിക്കോവിൽ എന്ന് ഇന്നറിയപ്പെടുന്ന തൃക്കോവിൽ കുമാരക്ഷേത്രമായിരുന്നു. അതിന് സമീപത്തായി ധർമ്മശാസ്താവിന് ഒരാലയം നിർമ്മിക്കുവാനുള്ള പ്രാരംഭ പ്രവർത്തനം നടന്നുവരവേ ക്ഷേത്രഭരണക്കാരായ ഉല്ലാംവഴി, ചെങ്ങാരപ്പള്ളി, തഴൂർ, കിഴുകുളം തുടങ്ങിയ ഗ്രാമത്തലവന്മാർക്ക് ഏകകാലത്തുണ്ടായ സ്വപ്ന ദർശനത്തെക്കുറിച്ച് ചിന്തിച്ചതിൽ നിന്നും രാമനാൽ പൂജിച്ചിരുന്ന സുബ്രഹ്മണ്യന്റെ ചതുർബാഹു വിഗ്രഹം ജലാധിവാസം ചെയ്തു കിടപ്പുണ്ട്. അവിടെ അടയാളമായി പൂജാപുഷ്പങ്ങളും നീർച്ചുഴിയും ദൃശ്യമാകും. ആ പുണ്യസ്ഥലത്ത് മുങ്ങി ഭഗവത് വിഗ്രഹമെടുത്ത് പ്രതിഷ്ഠിച്ച് പൂജിക്കണമെന്നും സ്വപ്നചിന്തകനായ ദൈവജ്ഞൻ വിധിച്ചതനുസരിച്ച് ഗ്രാമത്തലവന്മാർ കരക്കാരുമായി ചെന്ന് ഗോവിന്ദമുട്ടം കായലിൽ നിന്നും വിഗ്രഹം കണ്ടെടുത്തു. ഈ സ്ഥലം കണ്ടനല്ല ഊര് അഥവാ കണ്ടല്ലൂർ എന്ന് കാലാന്തരത്തിൽ പ്രശസ്തമായി. കലികാലം 2874 വർഷം വൃശ്ചിക മാസം 11-ാം തീയതി കാർത്തിക ദിവസം കാർത്തിക നക്ഷത്രത്തിന്റെ 3/4 ഭാഗവും പൂർത്തിയായ ശുഭമുഹൂർത്തത്തിൽ അരനാഴിക കടവിൽ നിന്നും വാദ്യമേളങ്ങളോടെ എത്തിച്ച ഭഗവത് വിഗ്രഹം പ്രതിഷ്ഠ ചെയ്തു. പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചത് നിശ്ചിത മുഹൂർത്തത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന ഒരു ദിവ്യനാണെന്നും ആ ദിവ്യൻ ശ്രീഹരി വിഷ്ണു അഥവാ പരശുരാമൻ തന്നെയാണെന്നും വിശ്വസിച്ചു പോരുന്നു. ശ്രീ സുബ്രഹ്മണ്യന്റെ ഷടാധാര പ്രതിഷ്ഠയാണ് ശ്രീകോവിലിൽ കുടികൊള്ളുന്നത്. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിൽ വർഷത്തിൽ 3 കൊടിയേറ്റുത്സവങ്ങൾ നടക്കുന്നു. ഓരോ തിരുവുത്സവവും 10 നാൾ നീണ്ടു നിൽക്കുന്നതും 10-ാം ദിവസം തിരുവാറാട്ട് നടത്തുന്നതുമാണ്. താന്ത്രിക വിധി അനുസരിച്ച് അങ്കുരാദി, ത്വജാദി, പടഹാദി എന്നിങ്ങനെ അറിയപ്പെടുന്ന ഉത്സവത്രയങ്ങൾ വ്യത്യസ്ത തീർത്ഥങ്ങളിൽ ആറാട്ടോടെ സമാപിക്കുന്നു. ഈ ഉത്സവത്രയങ്ങൾ ആവണി, മാർഗഴി, ചിത്തിര ഉത്സവങ്ങൾ എന്ന് വിളിക്കപ്പെടുന്നു. ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിലെ 4 അമ്പലത്തിന്റെ പടിഞ്ഞാറേ നട തുറക്കാതായിട്ട് നൂറ്റാണ്ടുകൾ പലത് കഴിഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട കഥ ഇപ്രകാരമാണ്. താമല്ലാക്കൽ വടക്ക് കരുനാട്ട് എന്നറിയപ്പെട്ടിരുന്ന ഒരു ബ്രാഹ്മണ കുടുംബം ഉണ്ടായിരുന്നു. നാടുവാഴിയുടെ എല്ലാ അധികാരങ്ങളും ധാരാളം ഭൂസ്വത്തുക്കളും ഉണ്ടായിരുന്ന കരുനാട്ട് കാരണവരായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠന് സന്താനഭാഗ്യമില്ലാതിരുന്നതിനാൽ അതീവ ദുഃഖിതനായിരുന്നു. ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം നിത്യവും നടത്തിയിരുന്ന വേലായുധസ്വാമി ഭക്തനായ ഈ ബ്രാഹ്മണൻ അനവധ്യ ദുഃഖം സഹിക്കാൻ വയ്യാതെ തന്റെയും കുടുംബത്തിന്റെയും സ്വത്തുവകകളെല്ലാം ഹരിഗീത പുരേശന് തൃപ്പടിദാനമായി സമർപ്പിച്ച് സോപാനത്തിന് മുമ്പിൽ വച്ച് കയ്യിൽ കരുതിയിരുന്ന കത്തിയാൽ
പ്രാണത്യാഗം ചെയ്യുവാൻ സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിച്ചു. അതിനുശേഷം പടിഞ്ഞാറേ നാലമ്പല നടയിലൂടെ പുറത്തേക്കോടി നാലമ്പലത്തിന് പുറത്തു വന്ന് മരിച്ചു വീണു. അന്നടച്ച പടിഞ്ഞാറേ നട പിന്നീട് ഇതുവരെ തുറന്നിട്ടില്ല. ഒരിക്കലും തുറക്കാത്ത നട എന്ന് ഈ തിരുനട അറിയപ്പെടുന്നു. മരുവുമെൻ വേല പ്രാണത്യാഗം ചെയ്ത കരുനാട്ടുകാരണവർ ബ്രഹ്മരക്ഷസായി ഈ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. ഒരിക്കൽ അഗ്നിക്കിരയായ ക്ഷേത്രം ഇന്ന് കാണുന്ന രീതിയിൽ പുനർനിർമ്മിക്കുകയും പുനഃപ്രതിഷ്ഠ നടത്തപ്പെടുകയുമുണ്ടായി. മുരുക മനസ്സിലെ ക്ഷേത്രക്കോവിലിന്റെ തെക്കേ നടയിൽ ദക്ഷിണാമൂർത്തി പ്രതിഷ്ഠയും ചതുർബാഹുവായ ഗണപതി പ്രതിഷ്ഠയുമുണ്ട്. ക്ഷേത്രമുറ്റത്ത് പശുപാലകനായ സാക്ഷാൽ ഗോശാല കൃഷ്ണനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ബലിക്കൽ പുരയുടെ തെക്ക് വിളക്കുമാടത്തിനോട് ചേർന്ന് വിഘ്നേശ്വരൻ വസിക്കുന്നു. കൂടാതെ യക്ഷിയമ്മ, ഈശാനകോണിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഗുരുതികാമനും പഞ്ചമിയുമാണ് മറ്റ് ഉപദൈവങ്ങൾ. ക്ഷേത്രമതിലിന് വെളിയിലായി തെക്കുകിഴക്ക് മൂലയ്ക്ക് ചതുരശ്രീ കോവിലോടുകൂടി ബാലമുരുക പ്രതിഷ്ഠയുണ്ട്. ഈ ക്ഷേത്രം മൂലക്ഷേത്രമെന്ന് അറിയപ്പെടുന്നു. കിഴക്ക് ദർശനമായുള്ള ഈ ക്ഷേത്രത്തിൽ നിത്യേന അഭിഷേകം, നിവേദ്യം, ദീപാരാധനാ പൂജകൾ എന്നിവ നടക്കുന്നു. പഞ്ചക്ഷേത്രങ്ങളിലൊന്നായ ശ്രീ ഹരിപ്പാട് മുരുകനെ ദർശിക്കുവാൻ നാനാദേശത്തു നിന്നും സദാ ഭക്തജനങ്ങൾ വരുന്നതുകൊണ്ടാണ് ക്ഷേത്രത്തെ തെക്കൻ പളനിയെന്നും അറിയപ്പെടുന്നത്. 6 അടിയോളം ഉയരമുള്ള വേലായുധന്റെ ചതുർബാഹു വിഗ്രഹത്തിലേക്ക് നോക്കി തൊഴുന്ന ഭക്തജനങ്ങൾ ഭഗവാനെ നേരിൽ കണ്ട് സങ്കടങ്ങൾ സംസാരിക്കുവാനും സർവപാപങ്ങളും തീർത്ത് ഉള്ളിന്റെ ഉള്ളിൽ ഭഗവാന്റെ ചൈതന്യം നിറയ്ക്കുവാനുമുള്ള ആത്മീയ സുന്ദരമായ ദർശന പുണ്യമാണ് ഹരിപ്പാട് ക്ഷേത്ര ദർശനം ഓരോ ഭക്തനിലും നൽകുന്നത്. ശനം ഗുരുവായ സച്ചിന്മയ, അവിടുത്തെ വേലല്ലാതെ ഭയമേത്. അച്ഛനും ഗുരുവായ സച്ചിന്മയ, അവിടുത്തെ വേലല്ലാതെ ഭയമേത്. മുരുക 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 മുക്കണ്ണൻ മകനെ ഗുഹനെ പാഹിമ, മനസ്സിലെ മയിൽവാഹനത്തിൽ മരുവുമെൻ വേലായുധ. ഹരിഗീത പുരവാസ ശത്രുഹര, എൻ ദുരിതങ്ങളകറ്റുന്ന സ്കന്ദ മുരുക, മനസ്സിലെ മയിൽവാഹനത്തിൽ മരുവുമെൻ വേലായുധ. ഹരിഗീത പുരവാസ, ഹരിഗീത പുരവാസ. ബന്ധം പലതരത്തിൽ നിലനിർത്താം. സ്നേഹം കൊണ്ടും പ്രലോഭനം കൊണ്ടും ഭീഷണി കൊണ്ടും നമുക്ക് അനുയായികളെ സൃഷ്ടിക്കാനാകും. എന്നാൽ സ്നേഹം കൊണ്ടുള്ള ബന്ധം സ്ഥിരതയുള്ളതും പ്രയോജനകരവും അപകടമില്ലാത്തതുമായിരിക്കും. പ്രലോഭനം കൊണ്ടുള്ള ബന്ധം നമ്മുടെ കഴിവ് കുറയുന്നതോടെ നഷ്ടമാകും. ഭയം കൊണ്ടുള്ളത് ഭാവിയിൽ നമ്മെ തിരിച്ചടിക്കും. ബന്ധം സ്നേഹത്തിലൂടെ മാത്രം സൃഷ്ടിക്കുക. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.